സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ മാസങ്ങളായി ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ഇട്ടിട്ട്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ജോലി തിരക്കുണ്ടായിരുന്നു. മെയിനായിട്ടൊരു കാര്യം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജർമ്മൻ റെയിൽവേ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജോലി ഉണ്ടായിരുന്നു. പ്ലസ് നമ്മൾ വീടൊന്ന് മാറിയായിരുന്നു. അത് ഈ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് മാറിയതെങ്കിലും നമുക്കിപ്പോഴും എല്ലാം ഒന്നും സെറ്റായി കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പം കുറേ ഇങ്ങനെ ലാഗായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാരണങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഞാനത് പറഞ്ഞിങ്ങനെ സമർത്ഥിക്കുന്നതെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ആകെ ഇവിടെ ഉണ്ടായിരുന്നത് വയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ പരിപാടി, അതേപോലെ കാർപ്പൻറ്റർ പരിപാടി ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. കാരണം ഈ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ തന്നെയാണ് അസംബിൾ ചെയ്ത് എടുത്തത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടാതിരുന്നത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. വാട്ട് എവർ, ഇനി കുറച്ച് വെക്കേഷൻ ഡേയ്സ് ഒക്കെ തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങും ഉടനെ തന്നെ. അപ്പം മൊത്തത്തിൽ ഒന്ന് ലാഗായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിലേക്കൊക്കെ എത്തി തുടങ്ങി. നിങ്ങൾക്കറിയാം ഇവിടെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് യൂറോപ്പ് തന്നെ പറയാം, ക്രിസ്മസ് സെലിബ്രേഷൻസ് ഭയങ്കര അടിപൊളിയാണ്. കുറേ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ടായി. ഒട്ടും അടിപൊളിയാത്തൊരു സംഭവം, അടിപൊളിയല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെതർ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം ഒരു 3:30-4 മണി എന്തോ ആയിട്ടുള്ളൂ, പക്ഷെ രാത്രിയാവാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇത്രയും മൂകശോകമായിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും സെലിബ്രേഷൻസ് ഇവിടെ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം എല്ലാ വീടുകളിലും ലൈറ്റ്സ് ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടാവും. പ്ലസ് ഈ ക്രിസ്മസ് മാർക്കറ്റ്, എല്ലാ സിറ്റിയിലും ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും. അതും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഇപ്പോൾ തുടങ്ങി. ഒരു 0 ഡിഗ്രി 1 ഡിഗ്രി അങ്ങനെയൊക്കെ എത്തി തുടങ്ങി. മൈനസിലേക്ക് എത്തിയിട്ടില്ല, അതായത് പ്രോപ്പറായിട്ട് മഞ്ഞ് എത്തിയിട്ടില്ല. ഐസ് വന്നിട്ടുണ്ട്, ഇപ്പം തെന്നി വീഴും, അങ്ങനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ക്രിസ്മസ് ഡെക്കറേഷൻ. അപ്പം ഇന്ന് വീട് ചെറുതായിട്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്റ്റോർ റൂമിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ കൊല്ലം ചെയ്തതിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതും പിന്നെ അന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് വീണ്ടും വാങ്ങിച്ചായിരുന്നു. ഈ ക്രിസ്മസ് സാധനങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അട്രാക്ഷൻ കാരണം. അപ്പോൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളും ഒക്കെ കൂടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോർ റൂമിൽ പോയത്. അത് വേറൊരു കഥ, ചെറുതായിട്ട് പാളിപ്പോയി, എന്നാലും ഞാനത് ഇവിടെ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷം നിങ്ങൾക്കും നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമുക്ക് ചെറുതായിട്ട് ഇവിടുത്തെ ക്രിസ്മസ് പരിപാടികൾ, അതായത് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല, എൻ്റെ കുറച്ച് ക്രിസ്മസ് പരിപാടികൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് താഴെ നമ്മുടെ സ്റ്റോർ റൂമിൽ വെച്ചേക്കണ കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്. പക്ഷെ ഞാൻ അത്ര ഭംഗിയിലൊന്നും വെച്ചിട്ടില്ല. എന്തായാലും നമുക്ക് തഴപ്പെടുത്തിട്ട് വരാം. അയ്യോ പോലെ ഇവിടെ വീടിൻ്റെ അപ്പുറത്തെ വീട്. മാറു, ഇതെന്താ മിന്നണ്? ഒരു നാടോടി ലുക്ക് ഉണ്ടോ? ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് സ്പേസ്. ഇവിടെ കുറേ പ്രാവിൻ്റെ അപ്പി കിടപ്പുണ്ട്. എന്താ സ്പീഡ്! ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ആവേശത്തിൽ ഇറങ്ങിപ്പോന്ന് ഞാൻ കോട്ടിട്ടില്ല. ഇവിടെ നല്ല തണുപ്പുണ്ട്. ജയില്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ എന്താ സ്റ്റോർ റൂം വരുന്നത്. നമ്മൾ അങ്ങനെ ഭംഗിയിലൊന്നും വെച്ചിട്ടില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് കച്ചറായി കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിയെടുക്കണം. പ്രത്യേകിച്ച് അടക്കിപ്പറിക്കൊന്നും വെക്കാത്തതുകൊണ്ട് വേഗം കിട്ടും.
ഒക്കെ ഞാൻ അടച്ചു വെച്ചിരുന്നതാ. അയ്യോ ട്രീ ഏതാ? ഇതൊക്കെ എന്താ ഇത്? ആയിരിക്കണ തോന്നണം. അങ്ങനെ എന്തോ അല്ല. ചെറുതായിട്ടൊരു ചമ്മിയ മുഖമുണ്ടോ? ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ, നല്ല രീതിക്ക് ചമ്മിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൽ ക്രിസ്മസ് ട്രീ ഇല്ല. ക്രിസ്മസ് ട്രീ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ആ ക്രിസ്മസ് ട്രീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം നമ്മൾ അത്യാവശ്യം വീടൊക്കെ അടുക്കി പെറുക്കൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെയുള്ള ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ സീസണൽ സാധനങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി തട്ടിയിരുന്നത്. ആൻഡ് അവിടെയൊക്കെ തപ്പി നോക്കിയിട്ടും ക്രിസ്മസ് ട്രീ എന്നൊരു സാധനം അവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ ഒബിയസ്ലി അത് മറന്നു പോയിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ തവണ നമുക്ക് ക്രിസ്മസ് ട്രീ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വാങ്ങിക്കോ എന്നെനിക്കറിയില്ല. വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കണം, കാരണം ഇനി അത് ഓർഡർ ചെയ്തിട്ടൊക്കെ വേണം. ഞാൻ പക്ഷേ ഓൾറെഡി ഈ ക്രിസ്മസ് ട്രീ വെക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ആ കാണുന്ന ആ വിൻഡോൻ്റെ സൈഡിലാണ് ഞാൻ ക്രിസ്മസ് ട്രീ വെക്കുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു കഴിഞ്ഞിരുന്നു, സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ക്രിസ്മസ് ട്രീ വെക്കൽ അങ്ങനൊരു ചടങ്ങ് ഇവിടെ ഇന്ന് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞതിന് മുന്നേ ഉള്ള വീഡിയോ ആട്ടോ ഇത്. അതാണ് ഇപ്പോൾ കുറച്ചും കൂടെ വെളിച്ചമൊക്കെ പുറത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് പുറത്ത് നല്ല രീതിയിൽ ഇലയൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെയാണ്. നമുക്കിങ്ങനെ പ്രോപ്പർ സ്നോ ആയിട്ട് വന്നിട്ടില്ല, പക്ഷേ ചെറിയ രീതിയിൽ ഐസ് മഴയൊക്കെ പെയ്യാറുണ്ട് ഇടയ്ക്ക്. എന്നാലും പുറത്ത് തണുപ്പ് തന്നെയാണ്. സ്റ്റിൽ നമ്മൾ കോട്ടൊക്കെ ഇട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ട് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അങ്ങനെ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമല്ല. നാളെ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പരിപാടിയുണ്ട്. അത് മിനുവിൻ്റെ വീട്ടിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് മിനുവും രാഹുലും. അപ്പോൾ അവരുടെ വീട്ടിലൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പരിപാടിയുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ സംഭവം. ഇത് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യുന്ന ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ജിഞ്ചർ ബ്രെഡിൻ്റെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതായത് ജിഞ്ചർ ബ്രെഡ് ഇവിടെ കുറച്ച് ഫേമസാണ്. അതായത് പക്ഷേ ഇത് ബ്രെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് കുക്കീസ്, ജിഞ്ചർ കുക്കീസ് ആ ഒരു ഷേപ്പിൽ. പിന്നെ മിനു ഒരു ബേക്കറാണ്, നന്നായിട്ട് അവൾ ബേക്ക് ചെയ്യും കേക്കൊക്കെ. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ അവളുടെ വകയാണ് കേക്ക് തരാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്കിത് കുറച്ചും കൂടെ ആപ്റ്റ് ആയിരിക്കും, കാരണം ഇങ്ങനൊരു കുക്കീസ് ആകുമ്പം അവളുടെ മേഖലയായിട്ടൊരു ബന്ധമുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണിത്. ആൻഡ് 2 ക്യൂട്ട് മാലകയുണ്ട് ഇതിൻ്റെ ഒപ്പം ഉള്ളതാണ്. ഇത് ഒരെണ്ണം മിനുവിനും ഒരെണ്ണം ശ്രീലക്ഷ്മിക്കുമാണ്. അവർ രണ്ടുപേരും എൻ്റെ ക്യൂട്ട് മാലക കുട്ടികളാണ്, ഈ വർഷം കിട്ടിയ. അപ്പോൾ അവർക്ക് വേണ്ടി അത് വാങ്ങിച്ചതാണ്. ഇവിടെ നമ്മുടെ ഓട്ടം തീമിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ക്രിസ്മസ് തീമാക്കാം. നോക്കൂ, എസ്കിമോ. അല്ലാതെ ഞാനൊക്കെ പെട്ടൂല്ലടാ, പെട്ടൂല്ല ഇവിടെ. അതെ, ആരും കാണൂല അത്. അപ്പൊ ട്രീ കിട്ടാണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റാത്തതിനെ വിഷമം മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങള് പുറത്തു പോണം. നമ്മള് ഇപ്പൊ ക്രിസ്മസ് മാർക്കറ്റിലേക്കല്ല പോണേ, നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ തപ്പി നടന്നിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നതായിരിക്കും അല്ലേ. അങ്ങനെ എന്തിനാന്നില്ല, ഒരോട്ട അത് പൊട്ടിയതാന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്, നല്ല വയറ്, നമ്മുടെ പോലെ മാച്ചിങ്. ഇതൊക്കെ നമുക്ക് നല്ല നോക്കിയിട്ട് വാങ്ങിക്കാം. പക്ഷെ ഇതാണ് ട്രീ വേണ്ടത്.
ഫ്രീ കിട്ടിയിട്ടാണ്. ഈ മാൻ ക്യൂട്ടല്ലേ? ക്യൂട്ടല്ല, ഇതിനെന്താ പറയുന്നത്? മൂക്ക്. നെഞ്ചത്തേക്ക്. അമ്മാനിക്കൊന്നും വേണ്ട. കൊള്ളാം. ഫുൾ ഡെക്കറേഷൻ ചെയ്ത് മരിക്കുന്നൊക്കെ. ഒരു അപ്പൂപ്പനായാലോ? ഓ എസ്തെറ്റിക്. നീ കുളിക്കുവാണോ ഇപ്പൊ? ഞാൻ അങ്ങനെയല്ലേ ഇവിടെ തിരിക്കും. എനിക്ക് മനസ്സിലായി. നമുക്കിനി കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണം. നാളെ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മൾ പോട്ട്ലക്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഉൽമത് പറഞ്ഞൊരു സിറ്റി ആട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ഒരു ക്രിസ്മസ് മാർക്കറ്റാണിത്. എന്താണെന്നറിയില്ല, ഭാഗ്യമാണോ ഭാഗ്യക്കേടാണോ എന്നറിയില്ല. നമ്മൾ പല ക്രിസ്മസിൻ്റെ സമയത്തും പല പല വീടുകളിലാണ്, അതായത് എല്ലാ വർഷവും നമുക്ക് വീട് മാറേണ്ട ആവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിച്ച് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. എങ്ങനെയുണ്ട്? എനിക്ക് ആക്ച്വലി ഇവളാട്ടോ ഇത് സജസ്റ്റ് ചെയ്തത്. ഇതിന്റെ പേര് എന്തൊരു ബ്രോട്ട് മിറ്റ് പെപ്പി ഡ്രോപ്പൻ. ആ പെപ്പി ഡ്രോപ്പൻ എന്ന് പറയുന്നത് ആ മുകളിൽ കാണുന്ന ആ ഒരു ഓറഞ്ച് ആൻഡ് റെഡ് കളറിലുള്ള സാധനം. എന്താ ടേസ്റ്റ്? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. വെയിറ്റ്, കൊള്ളാവാ? ഇഷ്ടായി? പോളി. ആ ഇത് കട്ട് ചെയ്യൂലോ അല്ലേ? ഇതിനുണ്ടല്ലോ ചെറിയൊരു മധുരം പുളി, ചൂട് ചീസും കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് കഴിച്ചാ അതൊരുമിച്ചാ കഴിച്ച ടേസ്റ്റ് ഉണ്ട്. അടിയിലത്തേന് മധുരണ്ട്, സാധനയൊക്കെ ഇല്ലാത്ത. എടുക്കണ്ട കേട്ടാ എല്ലാം. കുറച്ച് വേണം, നല്ല പോലെ കാണിച്ചോ. നീ അത് ഇളക്കിയിട്ടാവും. എന്തോ എനിക്ക് തോന്നുന്നില്ല. ക്രിസ്മസ് മാർക്കറ്റിൽ വന്ന ഫുഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കടകളുണ്ട്. അതുപോലെ ഇതുപോലെ ലൈവായിട്ട് കാർപ്പൻറ്റർ വരെ ചെയ്യുന്ന പരിപാടികളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജിഞ്ചർ ബ്രെഡിൻ്റെ കാര്യം, അങ്ങനെ ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂടുണ്ട്. അതായത് നമ്മുടെ അതേ സൈസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജീസസിൻ്റെ ഫാദറും മദറും, അതുപോലെ തന്നെ കുറേ ചെമ്മരിയാടും കഴുതയും ഒക്കെ ആയിട്ട് റിയലായിട്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ചേർച്ചിൻ്റെ മുന്നിലാണ്. ഈ ഒരു ചേർച്ച് കാരണം കേട്ടോ എനിക്ക് തോന്നുന്നു ഉൽമ
ഇത്ര പ്രസിദ്ധമാവാൻ കാരണം. അങ്ങനെ ഈ ഉൽം ക്രിസ്മസ് മാർക്കറ്റിലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പര്യടനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെറിയൊരു പരിപാടി കൂടെ നമുക്ക് ബാക്കിയുണ്ട്. മിനുവിൻ്റെ വീട്ടിൽ പോയി നമുക്ക് ക്രിസ്മസ് ട്രീ കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ചീസ്.